ലോകത്ത് 24 മണിക്കൂറും എക്സ്ട്രീം സെക്യൂരിറ്റി നെറ്റ്വർക്കിൽ ജീവിക്കുന്നവരാണ് പല രാജ്യത്തെയും ഭരണാധികാരികൾ. ഏത് നിമിഷം വേണമെങ്കിലും തന്റെ ജീവൻ അപഹരിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ പല ഭരണാധികാരികളും പുറം ലോകത്തിന് ഒരെത്തും പിടിയും കൊടുക്കാത്ത സെക്യൂരിറ്റിയാണ് ഉപയോഗിക്കാറുള്ളത്. അത്തരത്തിൽ എക്സ്ട്രീം സെക്യൂരിറ്റി നെറ്റ്വർക്ക്സ് ഉപയോഗിക്കുന്ന ചില ഭരണാധികാരികളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. കിം ജോങ് ഉൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള നേതാക്കളിൽ ഒരാളാണ് നോർത്ത് കൊറിയൻ സുപ്രീം ലീഡർ ആയിട്ടുള്ള കിം ജോങ് ഉൻ. അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ഭീഷണികൾ കണക്കിലെടുത്ത് അങ്ങേയറ്റം മുൻകരുതലോടെയാണ് അദ്ദേഹത്തിന്റെ യാത്രകൾ പ്ലാൻ ചെയ്യാറുള്ളത്. അദ്ദേഹം പൊതുവേദികളിൽ വരുമ്പോൾ ഗൺഷൂട്ടുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മെഴ്സിഡസ് മെയ്ബാക്ക് കാറുകളിലാണ് സഞ്ചരിക്കാറുള്ളത്. പെട്ടെന്ന് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അദ്ദേഹത്തിന് ചുറ്റും കവചമായി നിൽക്കാൻ പരിശീലനം ലഭിച്ച ബോഡി ഗാർഡുകളും കൂടെയുണ്ടാകും. ഓരോ യാത്രയും വളരെ കൃത്യമായി പ്ലാൻ ചെയ്തായിരിക്കും അദ്ദേഹം പുറത്തിറങ്ങുക. കിം യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു വഴിയിലൂടെയോ ഒരു വാഹനത്തിലോ മാത്രമായിരിക്കില്ല പോകുന്നത്. അദ്ദേഹത്തെ ആരും പിന്തുടരാതിരിക്കാൻ വേണ്ടി ഒരുപാട് വാഹന വ്യൂഹങ്ങളും വഴി തിരിച്ചുവിടാൻ വ്യാജ വാഹനങ്ങളുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചില പ്രധാന യാത്രകളിൽ അദ്ദേഹത്തിൻ്റെതിന് സമാനമായ വിമാനങ്ങളും ട്രെയിനുകളും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നു. എയർഫോഴ്സ് 1 എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ വിമാനം പഴയ സോവിയറ്റ് കാലത്തെ ഒന്നാണെങ്കിലും വളരെ കർശനമായ സുരക്ഷാ നിരീക്ഷണത്തിലാണ് അത് പറക്കുന്നത്. ആഡംബരത്തേക്കാൾ ഉപരിയായി അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള രഹസ്യ സ്വഭാവമാണ് അദ്ദേഹത്തിന് സുരക്ഷ നൽകുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും ആ സുരക്ഷയുണ്ട്. അതായത് അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശമുണ്ടോ എന്ന് മുൻകൂട്ടി പരിശോധിക്കും. ഭക്ഷണം പാകം ചെയ്യുന്നവരുടെ കുടുംബ പശ്ചാത്തലം പോലും അത്രത്തോളം കൃത്യമായി പരിശോധിച്ച ശേഷമേ അവരെ ജോലിക്ക് നിർത്താറുള്ളൂ. സ്വന്തം കൂടെയുള്ളവരെ പോലും അവിശ്വാസത്തോടെയാണ് രാജ്യം കാണുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇത്തരം പരിശോധനകൾ. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി അദ്ദേഹത്തിന് താമസിക്കാൻ രഹസ്യ കേന്ദ്രങ്ങളുമുണ്ട്. ഇവ തമ്മിൽ ഭൂഗർഭ വഴികളിലൂടെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. വല്ല പ്രശ്നമുണ്ടായാൽ പെട്ടെന്ന് മാറി താമസിക്കാനും ഒളിച്ചിരിക്കാനും വേണ്ടിയാണിത്. നേതാവിൻ്റെ സുരക്ഷയ്ക്കായി എത്ര പണം ചിലവാക്കുന്നു എന്ന് രാജ്യം പുറത്തുവിടാറില്ല. ഷി ജിൻപിങ്. ലോകത്തിലെ ഏറ്റവും മോഡേൺ സുരക്ഷാ വലയത്തിനുള്ളിൽ കഴിയുന്ന നേതാക്കളിൽ ഒരാളാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്. അദ്ദേഹം ഒരു പൊതുവേദിയിൽ എത്തുന്നതിന് മുൻപ് എത്രയോ മുൻപ് തന്നെ സുരക്ഷാ ഏജൻസികൾ അവിടെ എത്തി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനുമുള്ള എല്ലാ പ്ലാനുകളും തയ്യാറാക്കിയിട്ടുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ സുരക്ഷാ ചുമതലയുള്ള സെൻട്രൽ സെക്യൂരിറ്റി ബ്യൂറോ എന്ന ഉന്നത സംഘമാണ് ഷി ജിൻപിങ്ങിന്റെ സുരക്ഷ നോക്കുന്നത്. ഷി ജിൻപിങ് പങ്കെടുക്കുന്ന പരിപാടികളിൽ മോഡേൺ സർവൈലൻസ് ക്യാമറകളും ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് ജനക്കൂട്ടത്തെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ എയർ ട്രാഫിക്കിൽ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും ട്രാഫിക് പൂർണ്ണമായും തടയുന്നതും ചൈനയിൽ സാധാരണമാണ്. ഷി ജിൻപിങ്ങിന്റെ അടുത്ത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും മറ്റ് സ്റ്റാഫുകളെയും വളരെ കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് നിയമിക്കുന്നത്. അവരുടെ പശ്ചാത്തലവും രാഷ്ട്രീയ വിശ്വാസവുമെല്ലാം ഇതിൽ പരിശോധിക്കും. ബീജിംഗിലെ സോങ്നാൻഹായ് എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ചൈനയിലെ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ ഒന്നാണിത്. ലെയർ തിരിച്ച് പല തട്ടുകളായുള്ള സുരക്ഷാ മതിലുകളും ആശയവിനിമയ സംവിധാനങ്ങളും അവിടെയുണ്ട്. ഈ സുരക്ഷാ സംവിധാനങ്ങൾക്കായി ചൈന എത്ര രൂപ ചിലവാക്കുന്നു എന്നത് രഹസ്യമാണ്. എങ്കിലും രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്കായി വലിയൊരു തുക അവർ മാറ്റിവെക്കാറുണ്ട്. ഷി ജിൻപിങ്ങിന്റെ സുരക്ഷ എന്നത് വെറുമൊരു വ്യക്തിഗത സുരക്ഷ മാത്രമല്ല, മറിച്ച് ചൈനീസ് ഭരണകൂടത്തിന്റെ സ്ഥിരതയും ലോകത്തിന് മുൻപിലുള്ള പ്രതിച്ഛായയും സംരക്ഷിക്കാനുള്ള ഒരു വലിയ സിസ്റ്റം കൂടെയാണ്. വ്ളാഡിമിർ പുടിൻ. ലോക നേതാക്കളിൽ വെച്ച് ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സുരക്ഷാ സംവിധാനമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റേത്. ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് എന്ന വലിയൊരു സംഘടനയാണ് അദ്ദേഹത്തിൻ്റെയും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ നോക്കുന്നത്. എത്ര പേർ ഈ സേനയിലുണ്ട് എന്നോ ഇതിനായി എത്ര പണം ചിലവാക്കുന്നു എന്നോ ഉള്ള വിവരങ്ങൾ റഷ്യ പുറത്തുവിടാറില്ല. എങ്കിലും അങ്ങേയറ്റം അധികാരമുള്ള ഒരു വിഭാഗമാണിത്. പുടിൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ട്രാക്ക് ചെയ്യുക എന്നത് നിയർലി ഇമ്പോസിബിളായ കാര്യമാണ്. അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഒന്നിലധികം വാഹന വ്യൂഹങ്ങളും വ്യാജ വാഹനങ്ങളുമൊക്കെ ഉപയോഗിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ താമസ സ്ഥലങ്ങളിലേക്ക് പോലും കടന്നു ചെല്ലുക പ്രയാസമാണ്. അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെ പോലും ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കും. വിഷബാധയേൽക്കാനുള്ള സാധ്യത പേടിച്ച് അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം മുൻകൂട്ടി പരിശോധിക്കാനായി പ്രത്യേകം ആളുകളുമുണ്ട്. ഇത് വർഷങ്ങളായി അവിടെ നിലനിൽക്കുന്ന ഒരു രീതിയാണ്. കൂടാതെ പുടിൻ പൊതുവേദികളിൽ വരുന്നത് വളരെ കുറവാണ്. അതും കൃത്യമായി തയ്യാറാക്കിയ പ്ലാനുകൾക്ക് അനുസരിച്ച് മാത്രം. അദ്ദേഹത്തിന് പകരം കാഴ്ചയിൽ സാമ്യമുള്ള ആളുകളെ
അഥവാ ബോഡി ഡബിൾസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പല സംസാരങ്ങളും ഉണ്ടെങ്കിലും ഇതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. പുടിന്റെ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആർക്കും മുൻകൂട്ടി കിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ സുരക്ഷാ തന്ത്രം. ഡിജിറ്റൽ ലോകത്തെ ചാരപ്പണി പേടിച്ച് അദ്ദേഹം ഇന്റർനെറ്റും മറ്റും ഒഴിവാക്കി അതീവ സുരക്ഷിതമായ സർക്കാർ ശൃംഖലകൾ വഴിയാണ് ആശയവിനിമയം നടത്തുന്നത്. ചുരുക്കത്തിൽ അത്ര പെട്ടെന്നൊന്നും പ്രവചിക്കാൻ കഴിയാത്ത രഹസ്യ സ്വഭാവമാണ് പുടിന്റെ സുരക്ഷയുടെ കരുത്ത്. മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യയെ ഒരു മോഡേൺ ഡിജിറ്റൽ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്കൊപ്പം തന്നെ തൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെയും മോഡേൺ ആക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് സൗദി രാജാവായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ. ഗൺഷൂട്ടുകളെ പ്രതിരോധിക്കുന്ന കവചിത വാഹനങ്ങൾ, അതീവ സുരക്ഷയുള്ള താമസ സ്ഥലങ്ങൾ, എല്ലായിടത്തും കണ്ണെത്തുന്ന നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. 2018 മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻപത്തേക്കാളും കർശനമാക്കിയിട്ടുണ്ട്. അദ്ദേഹം താമസിക്കുന്ന ഇടങ്ങളിലും ഓഫീസുകളിലും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആളുകൾക്ക് അവിടേക്ക് പ്രവേശിക്കാൻ കർശനമായ പരിശോധനകൾ കടന്നുപോകണം. കൂടാതെ മോഡേൺ ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ച് ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. സ്മാർട്ട് സർവൈലൻസ് സാങ്കേതിക വിദ്യകളിൽ സൗദി അറേബ്യ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വളരെ കൃത്യമായ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങുകൾക്ക് ശേഷമേ നിയമിക്കാറുള്ളൂ. ലോകവേദികളിൽ മുഹമ്മദ് ബിൻ സൽമാൻ എപ്പോഴും സജീവമാണ്. അന്താരാഷ്ട്ര പരിപാടികളിലും സാമ്പത്തിക ഉച്ചകോടികളിലും അദ്ദേഹം പങ്കെടുക്കുമ്പോൾ വലിയൊരു സുരക്ഷാ സംഘം തന്നെ കൂടെയുണ്ടാകും. തൻ്റെ അധികാരം ലോകത്തിനു മുൻപിൽ കാണിക്കുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അദ്ദേഹം പൊതുവെ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ ആഡംബര കപ്പലുകളും താമസ സ്ഥലങ്ങളുമെല്ലാം സൈനിക നിലവാരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രഹസ്യമായി യാത്ര ചെയ്യുന്നതിനേക്കാൾ എല്ലാവർക്കും കാണാൻ കഴിയുന്നതും എന്നാൽ ആർക്കും തകർക്കാൻ കഴിയാത്തതുമായ ഒരു സുരക്ഷാ വലയമാണ് മുഹമ്മദ് ബിൻ സൽമാൻ്റേത്. റജബ് തൊയ്യിബ് ഉർദുഗാൻ 2016 നടന്ന അട്ടിമറി ശ്രമത്തിന് ശേഷമാണ് തുർക്കി പ്രസിഡന്റായിട്ടുള്ള ഉർദുഗാന്റെ സുരക്ഷാ രീതികളിൽ വലിയ മാറ്റങ്ങൾ വന്നത്. അന്നത്തെ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സുരക്ഷാ വലയം വളരെ വലുതാക്കുകയും ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തീവ്രവാദ വിരുദ്ധ പോരാട്ടങ്ങളിലും അപകടഘട്ടങ്ങളിൽ പെട്ടെന്ന് ഒഴിപ്പിക്കുന്നതിനും പ്രത്യേക പരിശീലനം ലഭിച്ച കമാൻഡോകളാണ് അദ്ദേഹത്തിന്റെ വ്യക്തിഗത സുരക്ഷ നോക്കുന്നത്. ഉർദുഗാൻ യാത്ര ചെയ്യുമ്പോൾ സ്ഥിരമായി ഒരേ വഴി ഉപയോഗിക്കാറില്ല. ഇടയ്ക്കിടെ റൂട്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കും. അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വലിയൊരു പ്രദേശം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലായിരിക്കും. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹത്തിൽ ഗൺഷൂട്ടുകളെ പ്രതിരോധിക്കുന്ന കവചിത വാഹനങ്ങളും ശത്രുക്കളുടെ സിഗ്നലുകൾ തടയാനുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളും അഥവാ ജാമേഴ്സും ആകാശത്ത് നിന്നുള്ള നിരീക്ഷണത്തിനായി ഡ്രോണുകളോ ഹെലികോപ്റ്ററുകളോ ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിമാനത്തിലും ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അന്ന് നടന്ന അട്ടിമറി ശ്രമത്തിൽ നിന്ന് അദ്ദേഹം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്നത്തെ സുരക്ഷാ സംവിധാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഭാവിയിൽ ഇത്തരം ഭീഷണികൾ ഉണ്ടാകാതിരിക്കാൻ നിരന്തരമായ ഇന്റലിജൻസ് നിരീക്ഷണവും അതിവേഗത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഉർദുഗാന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ. വൊളോഡിമിർ സെലൻസ്കി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിയുന്നതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും സങ്കീർണവും സജീവവുമായ സുരക്ഷാ സംവിധാനമാണ് വ്ളോഡിമിർ സെലൻസ്കിയുടേത്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം അദ്ദേഹം എവിടെയാണ് താമസമെന്ന് അതീവ രഹസ്യമാണ്. കൂടാതെ അദ്ദേഹം സ്ഥിരമായി താമസ സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ബങ്കറുകളിലോ അതീവ സുരക്ഷയുള്ള സർക്കാർ കെട്ടിടങ്ങളിലോ അല്ലെങ്കിൽ ആർക്കും അറിയാത്ത രഹസ്യ കേന്ദ്രങ്ങളിലോ വെച്ചാണ് അദ്ദേഹം മീറ്റിംഗുകൾ നടത്തുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെയാണ് സെലൻസ്കിയുടെ സുരക്ഷാ കാര്യങ്ങൾ യുക്രൈൻ പ്ലാൻ ചെയ്യുന്നത്. അത്ര പെട്ടെന്ന്